ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളൊരു പപ്പിയെ മേടിക്കാൻ പോവാട്ടോ. അത് നമ്മൾ ഫേസ്ബുക്കിൽ കണ്ടതാണ്. ഇങ്ങനെ കുറേ ഒരു 6-7 പട്ടിക്കുട്ടികളെ കൊണ്ടുവന്ന് എവിടെയോ മഴയത്ത് കൊണ്ട് ഇട്ടേക്കുന്നത്. അങ്ങനെ അവരതിനെ എടുത്തുകൊണ്ട് പോയി അവരെ വീട്ടിൽ സംരക്ഷിച്ച് ഇത് അഡോപ്റ്റ് ചെയ്യുന്ന ഇവിടെ ഏതൊരു സ്ഥലപ്പേര് പറയുന്നത് അവിടെ നിന്ന് ആളുകൾ വന്ന് അതിനെ കൊണ്ടുപോകാൻ വന്നേക്കുന്നത് ഞങ്ങൾ വിളിച്ചപ്പോൾ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒരു പട്ടിക്കുട്ടിയെ മാറ്റിയിട്ടേക്കണം, ഞങ്ങൾക്ക് വേണമെന്നും പറഞ്ഞു. അപ്പോൾ ഇത് നീണ്ടാരല്ല, ഞങ്ങൾ അങ്ങോട്ട് പോവാ പട്ടിയൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കാണാം. എന്നെ വിളിച്ച് ഇവിടെ ഒരുക്കി ഇരുത്തിയും വെച്ച് അവിടെ ഇരിക്കുക. എത്ര നേരം കൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ഒന്ന് ഉച്ചയ്ക്ക് കിടക്കുന്ന സമയമായിട്ടൊക്കെ എന്ത് നമുക്ക് പട്ടിയെന്ന് വിളിക്കരുത്, പപ്പി, കുഞ്ഞു ആവല്ലേ. അപ്പം ആ പപ്പി എടുത്തുകൊണ്ട് വന്നിട്ട് തിരിച്ച് നമുക്ക് മുത്തുക്കിളിയൊക്കെ വിളിച്ച് തിരിച്ച് വരാം. മുത്തുക്കിളിക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ. മുത്തുക്കിളി ഏത് വീഡിയോ ഇൻസ്റ്റയിലായാലും ഫേസ്ബുക്കിലായാലും കണ്ടാൽ ഓടി വരും. അപ്പോൾ അതാ ഇങ്ങനെ പട്ടിയുണ്ട്, ഇവിടെ പോകാൻ നമുക്ക് എടുക്കാമെന്നും പറഞ്ഞു. പട്ടിപ്രാന്തിയാവുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം. ഞാൻ ചിലപ്പോൾ ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് ബാക്കി വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. അണ്ണൻ എടുക്കുന്നെങ്കിൽ ബാക്കി വിശേഷങ്ങളൊക്കെ. നമ്മൾ കാറൊക്കെ എടുത്തത് റോഡിൽ വന്നു. ഞാൻ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. എന്നാണ് കയറാൻ പോകുന്നത് കേട്ടോ. എന്തിയേ? അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിട്ടൊക്കെ വരാം. പപ്പിക്കുട്ടി എടുത്തോണ്ടൊക്കെ വരാം കേട്ടോ. ചേച്ചിയുടെ ഇന്നാ മേടിക്കുന്ന പപ്പി കണ്ട. കണ്ണുപോലും തുറന്നില്ലെന്ന് തോന്നില്ലേ? ഒരു പട്ടിക്കുട്ടിയെ ഞങ്ങള് ഇതിനെല്ല ഓലയിലോട്ട് അങ്ങ് കൊണ്ട് കാണിക്കും. ചെള്ള് കളയണം വെച്ചാ 2 ദിവസം കൊണ്ട് കിടന്നുള്ള മഴ നനഞ്ഞിരുങ്ങള്. ഞാൻ കണ്ടപ്പോ ഇവര് കുതിർന്ന് കിടക്കിയ വെള്ളത്തില്. പക്ഷെ ഇത് സാധാ നാടനല്ല, ഇതെന്തോ ക്രോസ് ആയത്. വരത്തില്ല. കണ്ട നിറച്ച് ഇതുണ്ട്. കണ്ടോ നിങ്ങൾക്ക് കാശാവത്തുള്ളൂ. ഇത് എവിടുന്ന് എടുത്തതാ ചേച്ചി? ഹൈവേന്ന്. കൊറേ ആളുകളുണ്ട് കേട്ടാ. ഞങ്ങൾക്കൊരു ചാനലുണ്ട്, യൂട്യൂബ് ചാനൽ. അവിടെ അങ്ങ് ബഹളം നടക്കുന്നുണ്ട്. അവന് ഒരു കൊച്ചു കവർ ഷിമ്മി കവറിനകത്ത് ആരാണ്ട് കെട്ടിക്കൊണ്ടില്ല, കാവി കൊണ്ട് കളഞ്ഞു. ഞാൻ അവിടെ ഒരു പട്ടി പ്രസവിച്ച് 4 കുട്ടികളുണ്ടായിരുന്നു കേട്ടാ. ഞാനതിനെ കഷ്ടമല്ലേ വെച്ചാൽ ആ കുഞ്ഞിനെ ഇച്ചിരി പാല് കൊണ്ട് കൊടുക്കുമായിരുന്നു. അങ്ങനെ ആ പാല് കൊണ്ടു കൊടുക്കാനായിട്ട് പോയി ആരോ ഇതിനെ കൊണ്ട് അവിടെ ഇട്ടപ്പോൾ എനിക്ക് അതിനെ കളഞ്ഞിട്ട് മറ്റോള് അതിന് പാല് കൊടുക്കുന്നത്. അവന്റെ അവിടെ മക്കൾക്ക് അവള് പാല് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ഞങ്ങളുടെ പപ്പി. ഇവനെ ഡോക്ടറെ കാണിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കാണിക്കണം. കിടക്കുന്ന കുഞ്ഞാട്ടാ, വെറും കുഞ്ഞ് പാവം. നോക്കാം നമുക്ക് ഇന്ന് വളർത്തി. ഞങ്ങൾ ഓലയിലെല്ലാം കാണിച്ച് മുത്തുക്കിളിയുടെ സ്കൂളിൽ വന്നു കേട്ടോ, മുത്തുക്കിളിയെ വിളിക്കാനായിട്ട്. അപ്പോൾ അവിടെ സ്കൂളൊക്കെ വിട്ട് കേട്ടോ വരുന്നേക്കാം. സ്കൂളിൽ നിൽക്കുക കേട്ടോ. എന്നോട് പറയാതെ എന്നെ വിളിക്കാൻ വന്ന് ഞാൻ നേരെ നടന്ന് കൂട്ടുകാരെടുത്തോട്ടില്ല. അപ്പോൾ അവരാ പറഞ്ഞതോ അമ്മ വന്ന് നിൽക്കുന്നെന്ന്. അങ്ങനെയാണ് ഞാൻ ഇവരെ കാണുന്നത്. എൻ്റെ എക്സ്പ്രഷൻ നോക്കിക്കോണം. പറഞ്ഞു കൊടുത്തതാ. പാല് കുടിക്കുന്നു. വയറ് നിറഞ്ഞ് ഡെയിലി 5 പ്രാവശ്യം കൊടുക്കും. മുത്തിന്റെ പാലുപ്പിയാട്ടാ. മുത്തിന് ആരോ ഗിഫ്റ്റ് കൊടുത്തതായത് ട്യൂഷൻ ചെയ്ത്. അപ്പൊ ഇതിനകത്ത് ഇത് ഉപകരിച്ച് നമ്മുടെ. ഞാനും കൊറേ നാളിത് കുടിച്ചായിരുന്നു, ഓർമ്മയില്ലേ? വയറ് നിറഞ്ഞപ്പോഴാ തുറന്ന്. കുറച്ചുകൂടെ അടിച്ചുകൊടു, ഇറങ്ങി വരത്തില്ല. ഇതിന്റെ ദേഹത്ത് നിറച്ച് ചെല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ആശുപത്രി കാണിച്ചപ്പോൾ മരുന്ന് തന്ന്
അത് അടിച്ചപ്പോ എല്ലാം ചത്ത് വീണ. അയ്യോടി കണ്ണ് തുറന്ന് തുറന്നു വിട്ട് കേട്ടാ. വിടടി, ഓടി വരുന്നോന്ന് നോക്കട്ടെ. യോ ഓടി വാടാ. ധാരാന്ന് നോക്ക്, ധാരാന്ന് കണ്ടോ? ഓക്കേ ബ്ലാക്കി. ആ ബ്ലാക്കി ആരാ അത്? ആരാ കരയുന്ന? അവനാ? അതവനല്ല, അവൻ. ഓ വാവയാത്. ഇഷ്ടപ്പെടുന്നില്ല, നീ വാ പൊന്നിങ്ങി വാ. ഇങ്ങ വന്നേ ഇഷ്ടപ്പെടുന്നില്ല. പൊന്നിങ്ങി വന്നേ. നീ വാ. ഓടിയോ ഓടിയോ. ഓ വരുന്നില്ല. അയ്യേ ബ്ലാക്കിയെ വേണ്ട, വാവയെ കിട്ടി. അയ്യേ ബ്ലാക്കിയെ വേണ്ട. ആരാ ബ്ലാക്കിയെ? ബ്ലാക്കിയെ വേണ്ട, വേണ്ട, വാവ മതി. ബ്ലാക്കിയെ വേണ്ട കേട്ടോ. വേണ്ടപ്പോ നമുക്ക് വാവ മതി. അയ്യേ ബ്ലാക്കിയെ വേണ്ടപ്പോ ഇവിടുന്ന് പൊക്കോ. വാവ ഉണ്ട്. ചുമ്മാ ചുമ്മാ. പൊന്നാണ് ചുമ്പടി കഴിഞ്ഞാണ് എനിക്ക്. ഇല്ല ഇവിടെ എന്ത് നടക്കുന്നതോ? എന്തൊക്കെ ഇവൻ കാണിക്കുന്ന? ഓ ഓ അടി. അപ്പൊ അതാണ്ട ഞങ്ങള് രണ്ടാമത്തെ ദിവസം ഇന്നലെ കൊണ്ടുവന്ന് ഇന്ന് പാലൊക്കെ കൊടുത്തുനിന്ന് നല്ലോലൊക്കെ ഒന്ന് തുടച്ചെടുത്തതിന്. ഒരുത്തനൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. എന്തുവാ എന്തുവാ? എന്താ വേണം നിനക്ക്? കൈയൊക്കെ കുടിക്കുന്ന നമ്മളെ കുഞ്ഞു മക്കളെ പോലെ പാവം. തണുപ്പ്. എന്താ വേണം? ബ്ലാക്കി കുട്ടീന് എന്താ വേണം? നിനക്ക് കളിക്കാനല്ലേ അത്? ഇച്ചിരി വളരട്ട്. കുഞ്ഞുവാവയാ, കുഞ്ഞുവാവയാ ബ്ലാക്കിയത്. ഇതിനെ കൊണ്ടുവന്നതിന് ശേഷം അവന് ബെഡിൽ കിടക്കണ്ട, ബ്ലാങ്കറ്റ് വേണ്ട, അവന് ഉറക്കമില്ല, ഊണില്ല, ഒന്നുമില്ല. അവൻ വന്ന് അതിനെ വെച്ചേക്കുന്നതിൻ്റെ അടുത്ത് മാറ്റിനകത്ത് അങ്ങ് കിടക്കുക കേട്ടാ. ഇവനെ അടിച്ച് എന്ത് അടി അവൻ അവന് അവനെ പൊട്ടിക്കിട്ട് അവനെ കുർത്തക്കാട് ചെറിയ. അപ്പം ഗൈസ് പട്ടിക്കുട്ടീനെയൊക്കെ കൊണ്ടുവന്ന് പാലൊക്കെ കൊടുത്തിട്ട് അതിനെ കിടത്തി ഉറക്കി. അത് ഉറങ്ങി എല്ലാവരും ഓരോരോ ജോലിയിലായിട്ട് ഇങ്ങോട്ട് പോയി. ഞാൻ വന്ന് കുളിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. ബൈ ബൈ, സീ യു.